താജ്മഹൽ കാണാൻ പോവുകയാണ്. ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു ടാക്സി എടുത്ത് താജ്മഹലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെ മെട്രോയുടെയൊക്കെ പണി നടക്കുന്നുണ്ട്. അടുത്ത് തന്നെ മെട്രോ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. താജ്മഹലിന് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരത്തിൽ വരെ മോട്ടോർ വാഹനങ്ങൾ വിടുകയുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമേ കടത്തി വിടുകയുള്ളൂ. ടിക്കറ്റ് ഓൾറെഡി ഞങ്ങൾ ഓൺലൈനിൽ എടുത്തിരുന്നു. ഇനിയൊരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് നേരെ താജ്മഹലിൻ്റെ എൻട്രൻസ് ഗേറ്റിലേക്കാണ്. എൻട്രൻസ് ഗേറ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നിർമ്മിതിയാണ് ഈ ഗേറ്റിൽ തന്നെ പണിത് വെച്ചേക്കുന്നത്. ഗേറ്റിൻ്റെ ഇരുവശത്തെ കവാടങ്ങളിലായിട്ട് 11 മകുടങ്ങൾ വീതമുണ്ട്. ടോട്ടൽ 22 മകുടങ്ങൾ. അതായത് ഏതാണ്ട് 22ഓളം വർഷം എടുത്തിട്ടാണ് താജ്മഹൽ പണിതത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. താജ്മഹൽ വൈറ്റ് മാർബിൾ കൊണ്ടും ഈ ഗേറ്റൊക്കെ പണിതിരിക്കുന്നത് റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ടുമാണ്. ഈ ഗേറ്റും കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഇല്യൂഷൻ പോലെയാണ്. പെട്ടെന്ന് നമ്മുടെ കൺമുമ്പിലേക്ക് ഒന്നുമില്ലാതെ വരികയും പെട്ടെന്ന് കൺമുമ്പിലേക്ക് താജ്മഹൽ തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തേക്കുന്നത്. ബ്രിട്ടീഷുകാർ കാലത്താണ് ഈ കാണുന്ന പുൽത്തകിടികളൊക്കെ വെച്ച് ഇത്ര മനോഹരമാക്കിയത്. ഷാജഹാൻ താജ്മഹൽ പണിയുന്ന സമയത്ത് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല മരങ്ങളായിരുന്നു. ശേഷം ബ്രിട്ടീഷുകാരാണ് ഇതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാനായിട്ട് ഇതുപോലെ ഈ ലോൺ പണിയുന്നത്. ഈ ലോൺ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കുന്നത്. ഷാജഹാന് 15 വയസ്സുള്ളപ്പോഴും മുംതാസിന് 14 വയസ്സുള്ളപ്പോഴാണ് ഇവർ വിവാഹം നടക്കുന്നത്. തൻ്റെ 14 മക്കളുടെ അമ്മയായ തൻ്റെ ഏറ്റവും പ്രിയതമയായ മുംതാസിന് വേണ്ടിയിട്ട് അവളുടെ മരണശേഷം ഇത്ര മനോഹരമായിട്ടൊരു നിർമ്മിതി പണിയാനായിട്ട് അയാളെ പ്രചോദിപ്പിച്ചത് സ്നേഹമാണോ അതോ അയാളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി ആണോ എന്ന് തന്നെ സംശയിക്കേണ്ടി വരും. തൻ്റെ 14 മക്കൾക്ക് ജന്മം നൽകിയ 38-ാം വയസ്സിൽ മരിച്ച തൻ്റെ ഏറ്റവും പ്രിയതമയായ ഭാര്യയ്ക്ക് വേണ്ടി ഒരാൾ നിർമ്മിച്ച ഒരു മനോഹര നിർമ്മിതിയാണ്. മനോഹരമായി ഒഴുകുന്ന യമുനയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ യമുന നല്ല വളഞ്ഞ് ശാന്തമായിട്ട് ഒഴുകുകയാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊരു നിർമ്മിതി നിർമ്മിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടല്ല താജ്മഹൽ അത്ഭുതമായി നിൽക്കുന്നത്. അന്നത്തെ കാലത്ത് ഇത്തരമൊരു നിർമ്മിതി, ഇത്തരം മനോഹരമായിട്ടൊരു നിർമ്മിതി എങ്ങനെ നിർമ്മിച്ചു എന്നതിനാലാണ് ഇത് ഇന്നും ലോകത്തിലെ അത്ഭുതമായിട്ട് നിലനിൽക്കുന്നത്. ലോകത്തിനു മുമ്പിൽ ഇന്ത്യ എന്ന് അടയാളപ്പെടുത്തുമ്പോൾ താജ്മഹൽ എന്ന വാക്ക് പറയാതിരിക്കാൻ സാധിക്കുകയില്ല.